കുട്ടിക്കലാശം കൊട്ടിക്കയറുകയാണ്. ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ശരൺ ചേരുന്നു. ശരൺ, ഇനി ഏതായാലും ഒരു 1.5 മണിക്കൂർ കൂടി, അവിടുത്തെ ആവേശം എങ്ങനെ? പോലീസ് 3 പാർട്ടികൾക്ക് അനുവദിക്കുക അല്ലെങ്കിൽ 3 മുന്നണികൾക്ക് അനുവദിക്കുന്ന 3 സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ടൗൺ ഹാളിന് സമീപമാണ് UDFന്റെ കൊട്ടിക്കലാശം നടക്കുന്നത്. കലൂരിലാണ് NDAയുടെ കൊട്ടിക്കലാശം നടക്കുന്നത്. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് പാലാരിവട്ടത്താണ്. പാലാരിവട്ടത്താണ് LDFന്റെ കൊട്ടിക്കലാശം. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാൻ സാധിക്കും. വലിയ രാവിലെ തന്നെ ഇവിടെയുണ്ട്. വലിയ ആവേശകരമായ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ അത്യന്തം ആവേശകരമായ സ്ഥലത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. കൊട്ടിക്കലാശം അവസാനിക്കാൻ ഇനി 1.5 മണിക്കൂർ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. നിരവധി പേര് വിവിധ ഇടങ്ങളിൽ നിന്നും SFIയുടെ അടക്കം നിരവധി പ്രവർത്തകർ ഇവിടെ എത്തി പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് അത്യന്തം ആവേശകരമായ കാഴ്ചകളിലേക്ക് നീങ്ങുന്നത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ കൊച്ചിയിൽ നടക്കുന്നത്. ശക്തരായ സ്ഥാനാർത്ഥികൾ UDFന്റെ സ്ഥാനാർത്ഥിയായി IB ഈഡനും ഒപ്പം തന്നെ P രാജീവാണ് LDFന്റെ സ്ഥാനാർത്ഥി. NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനം കൂടി NDA സ്ഥാനാർത്ഥിയെത്തോടുകൂടി തന്നെ വലിയൊരു പോരാട്ടം തന്നെയാണ് കൊച്ചിയിൽ നടക്കുന്നത്. അതിന്റെ എല്ലാ രീതിയിലുള്ള ആവേശം നമുക്കിവിടെ കാണാൻ സാധിക്കും. പാലാരിവട്ടത്ത് LDFന്റെ പ്രചരണം അല്ലെങ്കിൽ LDFന് മാത്രമാണ് കൊട്ടിക്കലാശം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ BJP പ്രവർത്തകർ അടക്കം ഇവിടെ എത്തിക്കൊണ്ട് ആ ആവേശത്തെ അങ്ങേ തലത്തിലെത്തിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഈ പാലാരിവട്ടത്ത് നിന്നും കാണാൻ സാധിക്കുന്നു. നേരത്തെ P രാജീവിന്റെ പ്രചരണം കൊട്ടിക്കലാശമായ ഇന്ന് P രാജീവിന്റെ പ്രചരണം ആരംഭിച്ചത് തൃപ്പൂണിത്തുറയിൽ നിന്നാണ്. രാവിലെ ആരംഭിച്ച അതിനുശേഷം തൃപ്പൂണിത്തുറ, കൊച്ചി, എറണാകുളം മണ്ഡലങ്ങളിലൂടെ കടന്നുപോവുകയും ചെയ്തു. ഏതായാലും ഇപ്പോൾ P രാജീവ് സ്ഥാനാർത്ഥി തന്നെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. P രാജീവ് എത്തിച്ചേർന്നതോടുകൂടി തന്നെ വലിയ ആവേശത്തിലോട്ട് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യുന്നു. ഏതായാലും UDFന്റെ കൊട്ടിക്കലാശം ഇപ്പോൾ ടൗൺ ഹാളിന് സമീപമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയും വലിയൊരു ആവേശം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. കൊച്ചി ഒന്നടക്കം ഈ പാലാരിവട്ടത്തേക്ക് ഒപ്പം തന്നെ ടൗൺ ഹാളിലും കലൂരിലുമായി കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ ദിവസങ്ങൾ നമുക്കറിയാം ആവേശവും വാശിയേറിയൊരു പോരാട്ടം അല്ലെങ്കിൽ ആവേശം നിറഞ്ഞ ഒരു പ്രചരണം തന്നെയാണ് 3 മുന്നണികളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത്. NDA സ്ഥാനാർത്ഥി അൽഫോൺസ് കണ്ണന്താനമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കൊച്ചിയുടെ ആവേശം ഇപ്പോൾ കൊല്ലത്ത് വലിയ തോതിലുള്ള കൊട്ടിക്കലാശ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൊട്ടും പാട്ടും മാത്രമായി ഇതിപ്പോൾ ചാലക്കുടിയിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രചാരണ സമയത്ത് വലിയ പുതുമകളും പുതിയ ആശയങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പോൾ അത് പോസ്റ്ററുകളുടെ കാര്യത്തിലാണെങ്കിലും ചുമരെഴുത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാം. അതുകൊണ്ട് കൊട്ടിക്കലാശത്തിലും എന്തൊക്കെയാണ് ഭംഗിയുള്ള കാഴ്ചകൾ എന്നുള്ളത് നമ്മൾ അന്വേഷിച്ച് കൂടി ചെയ്തിരുന്നു. ഏതായാലും ചെറിയ ഒരു കുട്ടിയെ മുൻനിർത്തിയുള്ള കൊട്ടിക്കലാശ കാഴ്ചകൾ, ഏതായാലും ഈ നമ്മൾ ആഘോഷങ്ങൾ, പൂരങ്ങൾ, ഉത്സവങ്ങൾ അത് കാണുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ കുട്ടിക്കലാശത്തിനെയും ഇപ്രാവശ്യത്തെ പല സ്ഥാനാർത്ഥികളുടെ മുഖം മൂടി അണിഞ്ഞുകൊണ്ട് കുറേ ആൾക്കാർ ഒരുമിച്ച് വരിക, സ്ഥാനാർത്ഥിയുടെ വലിയ കട്ടൗട്ട് വെച്ചുകൊണ്ട് കുറേ ആൾക്കാർ വരിക, അങ്ങനെയുള്ള ശൈലികളൊക്കെ ഇപ്രാവശ്യത്തെ കുട്ടിക്കലാശത്തിലുണ്ട്. മറ്റ് പതിവ് പോലെ പാരഡി ഗാനങ്ങളും മറ്റ് ചെണ്ടമേളങ്ങളും ബാൻഡ് മേളങ്ങളും അത് പതിവ് പോലെ തന്നെയുണ്ട്. അതുകൂടാതെ ഇപ്രാവശ്യം കുറച്ചധികം കാണുന്നത് ഈ കട്ടൗട്ടുകളും മുഖം മൂടികളും ഒക്കെ തന്നെയാണ്. അത് എന്തൊക്കെ തരത്തിൽ വ്യത്യസ്തമാക്കാം തങ്ങളുടെ പ്രചാരണങ്ങൾ, കുട്ടിക്കലാശം അടക്കം അതിൻ്റെ പരീക്ഷണമാണ് കഴിഞ്ഞ 40 ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ, പുതിയ പുതിയ ആശയങ്ങൾ, പുതിയ പുതിയ പ്രചാരണ രീതികൾ എല്ലാം നമ്മൾ ഈ 40 ദിവസം കണ്ടു. ഒരു ഭാഗത്ത് രാഷ്ട്രീയമായ വാദങ്ങൾ, പ്രതിവാദങ്ങൾ, വിവാദങ്ങൾ അതൊക്കെ നടക്കുമ്പോഴും ആ വാദങ്ങളെ, ആ ആശയങ്ങളെ എങ്ങനെ ഏറ്റവും ലളിതമായി ആകർഷകമായ രീതിയിൽ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാം എന്നതിൻ്റെ ഒരു വലിയ പരീക്ഷണം ഈ പ്രാവശ്യം നമ്മൾ കണ്ടിരുന്നത്. പരസ്യങ്ങളുടെ രീതിയാവട്ടെ, പോസ്റ്റുകളുടെ രീതിയാവട്ടെ, എല്ലാത്തിലും ആ പരസ്യ ചിത്രങ്ങൾ ഉണ്ടാക്കുന്നതിലാവട്ടെ, സമൂഹ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നതിലാവട്ടെ, എല്ലാത്തിലും നമ്മൾ പറയുന്ന കാര്യം, പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം വളരെ രസകരമായി എങ്ങനെ ജനത്തിലേക്ക് എത്തിക്കാം എന്നതിൻ്റെ, ജനത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിക്കാം എന്നതിൻ്റെ വേറിട്ട പരീക്ഷണ രീതികൾ ഈ 40 ദിവസത്തെ പ്രചാരണ കാലയളവിൽ നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കൊട്ടിക്കലാശത്തിലും ഇനി അത്തരം കാര്യങ്ങളാണ് ഉണ്ടാകുമോ എന്നുള്ളത് നമുക്ക് നോക്കിക്കാണാം. ഏതായാലും ആവേശത്തിന് ഒരു കുറവുമില്ല. ഇപ്പോൾ കൊല്ലത്ത് ഇടതുമുന്നണി അട്ടിമറി വിജയം നേടുമെന്ന് KN ബാലഗോപാൽ വിശ്വാസം പ്രകടിപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്തകൾ.
ഇതിപ്പോൾ കണ്ണൂരാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആവേശകരമായ പോരാട്ടം നടന്ന മണ്ഡലങ്ങളിലൊന്ന് കണ്ണൂർ. ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു. വിവാദങ്ങൾക്കും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. കണ്ണൂരിലെ ആവേശ പോരാട്ടത്തിനൊടുവിൽ ഉള്ള കാഴ്ചകൾ. ഇപ്പോൾ ഇതിപ്പോൾ റോഡ് ഷോ ആണ്. തിരുവനന്തപുരത്തെ തീരമേഖലയിലൂടെ AK ആൻ്റണി നടത്തുന്ന റോഡ് ഷോ. അത് തീരമേഖലകളെ ഇളക്കി മറിച്ചുകൊണ്ട് തന്നെയാണ് സാധാരണ പോകാറുള്ളത്. ഈ പ്രാവശ്യവും അങ്ങനെ തന്നെ ആ റോഡ് ഷോ തുടരുകയാണ്. റോഡ് ഷോ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. കിരൺ, എന്താണ് സംഭവം? 10 മിനിറ്റിലേറെ സമയമായി AK ആന്റണിയും ശശി തരൂരും സഞ്ചരിക്കുന്ന പ്രചരണ വാഹനം വേളിയിൽ മുന്നോട്ട് പോകാനാവാറിലൊക്കെയാണ്. വേളി ഇതിന് നേരെ എതിർ വശത്തുനിന്ന് വന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിൽ ബൈക്കിൽ വന്ന പ്രവർത്തകരാണ് കൂടി നിൽക്കുന്നത് കാരണമാണ് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്തത്. കഴിഞ്ഞ 10 മിനിറ്റായി പോലീസുകാർ ഇവരെ മാറ്റാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ തോതിലുള്ള സംഘർഷം ഉന്തും തള്ളിലേക്ക് പോകുന്നുണ്ടെങ്കിലും വലിയ സംഘർഷത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ ഈ വാഹനത്തിന് മുന്നോട്ട് പോകാൻ കഴിയാതെ ഈ AK ആന്റണിയുടെയും ശശി തരൂരും സഞ്ചരിക്കുന്ന വാഹനം വേളി സ്റ്റേഷൻ തന്നെ ഈ വേളി ഇതിന് മുന്നിൽ തെക്കായി നിൽക്കുകയാണ്. അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. പോലീസിന്റെ എണ്ണം വളരെ കുറവാണ്. 10 താഴെയുള്ള പോലീസുകാർ മാത്രമേ ഉള്ളൂ. അവർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നതിലേറെ പ്രവർത്തകരുണ്ട്. ഇരുഭാഗത്തുമായി 1000-ഓളം പ്രവർത്തകർ ഇരുഭാഗത്തുമായുണ്ട്. റോഡിൽ നിറയെ വാഹനങ്ങളാണ്. വാഹനങ്ങൾ റോഡിൽ വെച്ചും അല്ലെങ്കിൽ പ്രവർത്തകർ കൂടി നിന്നുമാണ് തർക്കം. അടുത്തവരെ കൂടുതൽ പോലീസ് എത്തി ഇരുഭാഗത്തെയും പ്രവർത്തകരെ മാറ്റാതെ മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കിരൺ, ഇത് ആകസ്മികമായി ഇരുകൂട്ടർ വന്നപ്പോൾ സംഭവിച്ചതാണോ അതോ അതിനപ്പുറം ഈ റോഡ് ഷോ തടയുക അല്ലെങ്കിൽ ഇവിടെ നിർത്തുക എന്നുള്ള വേറെ ഉദ്ദേശമുണ്ടോ? എന്താണ് മനസ്സിലാവുന്നത്? ആകസ്മികമായി സംഭവിച്ചതാണോ ഇനി ആസൂത്രിതമായതായിട്ടാണോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനാവില്ല. ഈ രണ്ടുപേരുടെയും ജാഥ എതിർ ദിശയിലാണ് വന്നത്. എതിർ ദിശയിൽ വന്ന ഇരുഭാഗത്തും റോഡിന്റെ ഇരുവശത്തുകൂടി രണ്ടുപേർക്കും കടന്നു പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരം ഒരു അവസരം ഒരുക്കാതെ ജാഥ ഒരു ഭാഗത്ത് വന്ന ജാഥ പൂർണ്ണമായും റോഡ് നിറഞ്ഞ് തന്നെ നിൽക്കുകയായിരുന്നു. അത് മാറ്റാൻ ആദ്യം കുറച്ചു നേരം വരെ നിർത്തി. അതിനുശേഷം അത് മാറുമെന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അങ്ങനെ മാറ്റാൻ തയ്യാറായില്ല. ഈ ഘട്ടത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും പ്രകോപിതരായി തന്നെ ഇടപെടുന്നുണ്ട്. അവർ മുന്നോട്ട് വണ്ടി എടുക്കും എന്നുള്ള മട്ടിൽ തന്നെ നിൽക്കുന്നുണ്ട്. പോലീസിന്റെ എണ്ണം വളരെ കുറവായതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. പോലീസുകാർക്ക് ഇരുഭാഗത്തും പ്രവർത്തകരെ മാറ്റാൻ വേണ്ടിയും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പരസ്പരം കൊടി വീശിയും മുദ്രാവാക്യം വിളിച്ചും ബൈക്കുകളുടെ ഹോൺ ഉച്ചത്തിൽ അടിച്ചുകൊണ്ടും പരസ്പരം പ്രകോപനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഇരുഭാഗവും നീങ്ങുന്നത്. കോൺഗ്രസിനെയും കൂടുതൽ പ്രവർത്തകർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ പോലീസിനോടക്കം കയർത്ത് സംസാരിക്കുന്നുമുണ്ട്. ഇവർക്ക് ഇപ്പോൾ 15 മിനിറ്റോളമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. വളരെ സാവധാനത്തിലാണ് ഇപ്പോൾ ഇന്ന് അല്പം ഒരു 5 മിനിറ്റ് ഇപ്പോൾ മുന്നോട്ട് പോകാനാകാൻ കഴിഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരത്തിലെ തീരദേശ മേഖലയിലൂടെ AK ആന്റണി നടത്തുന്ന റോഡ് ഷോ. അത് എല്ലാ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തീരദേശ മേഖലയിലെ വോട്ട് ഉറപ്പിക്കാൻ അവസാന ദിവസങ്ങളിൽ ഒരു റോഡ് ഷോ നടത്താറുണ്ട്. ഇത്തവണയും ആ റോഡ് ഷോ ആയി വന്നു. അങ്ങനെ AK ആന്റണി നടത്തുന്ന ആ റോഡ് ഷോ വലിയ രീതിയിലുള്ള ഓളമാണ്, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് തീരമേഖലയ്ക്ക് ഉണ്ടാക്കാറുള്ളത്. തീരമേഖലയെ ഇളക്കി മറിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ പ്രധാന വോട്ട് ബാങ്കായ ഈ മേഖലയെ ഇളക്കി മറിച്ചുകൊണ്ടാണ് പ്രചാരണം ഉണ്ടാവാറ്. പക്ഷേ ഇത്തവണ, കഴിഞ്ഞ തവണയൊന്നും ഇങ്ങനെ കണ്ടിട്ടില്ല, പക്ഷേ ഇത്തവണ ആദ്യമായി അത് പകുതിക്ക് വെച്ച് ഇപ്പോൾ ഇതാ ബ്ലോക്കായി നിൽക്കേണ്ട ഒരവസ്ഥ. അതിന് പോലീസുകാരെ നിയന്ത്രിക്കാൻ കാര്യമായിട്ടില്ല എന്നുള്ളൊരവസ്ഥ. 10-15 മിനിറ്റ് നേരമായി ഇടതുമുന്നണി വലതുമുന്നണി പ്രവർത്തകർ പരസ്പരം അങ്ങോട്ടും മുഖാമുഖം നിൽക്കുന്ന ഒരവസ്ഥ, ചെറിയ തോതിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന അവസ്ഥ അതുണ്ടായിരിക്കുന്നു. അത് ഇനി ആ കാര്യങ്ങൾ എങ്ങനെ മുന്നോട്ട് പോകും, സമീപനത്തോടെ മുന്നോട്ട് പോകുമോ എന്നുള്ളത് കാണാം. ഏതായാലും സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊട്ടിക്കലാശം ഏറെ ആവേശത്തോടു കൂടിയാണെങ്കിലും ശാന്തമായി തന്നെ മറ്റൊരു വിഭാഗക്കാരെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ഈ റോഡ് ഷോയുടെ കാര്യത്തിൽ മാത്രം ഇരുകൂട്ടർ പരസ്പരം ബുദ്ധിമുട്ടിച്ചുകൊണ്ട് മുഖാമുഖം നിൽക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. ബാക്കിയുള്ളിടത്തെല്ലാം പോലീസ് ഓരോ പ്രവർത്തകർക്കും, ഓരോ പാർട്ടിക്കാരുടെ പ്രവർത്തകർക്കും അവർക്ക് ഡാൻസ് കളിക്കാനും ആവേശം വിളിക്കാനും മുദ്രാവാക്യം പറയാനും ഒക്കെയുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ട് അവർ കൃത്യമായി ചെയ്യുന്നു, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നുമില്ല. ഏതായാലും നഗരങ്ങൾ, വീഥികൾ അണികളെ കൊണ്ട്, കൊടികളെ കൊണ്ട്, മുദ്രാവാക്യങ്ങളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു. അതുകൂടാതെ പാരഡി ഗാനങ്ങളിലൊട്ട് ആവേശത്തോടെ നൃത്തം വയ്ക്കുന്ന പ്രവർത്തകർ ഒരുപക്ഷേ ഒരു പൂരത്തിനോ ഉത്സവത്തിനോ പോയതുപോലെ കാണുന്ന പ്രതീതി. ചെണ്ടമേളത്തിനൊത്ത് നൃത്തം വയ്ക്കുന്ന, വാദ്യത്തിനൊത്ത് നൃത്തം വയ്ക്കുന്ന, ഉയരെ കൊടികൾ വീശി തങ്ങളുടെ ആവേശം പ്രകടിപ്പിക്കുന്ന അണികളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു ഇപ്പോൾ കൊട്ടിക്കലാശ വേദികളെല്ലാം.
ഏത് രീതിയിലാണ് അവസാന മണിക്കൂറുകളെ കാണുന്നത്? അവസാന പ്രചരണത്തിൻ്റെ അവസാന മണിക്കൂറുകളാകുമ്പോഴേക്കും വളരെ വളരെ ആവേശകരമായ, ഞങ്ങൾക്ക് വളരെ വലിയ പിന്തുണ കിട്ടുന്ന ഒരു സ്ഥിതി തന്നെയാണെന്നാണ് മനസ്സിലാവുന്നത്. ഇന്നിപ്പോൾ പരസ്യപ്രചരണം വൈകിട്ടാണല്ലോ അവസാനിക്കുന്നത്. നാളെ നമ്മൾ അല്ലാതുള്ള നിശബ്ദ പ്രചരണമാണ്. ഈ പ്രചരണത്തിൻ്റെ എല്ലാ ഘട്ടത്തിലും നമ്മുടെ 10,000-കണക്കിന് പ്രവർത്തകർ എല്ലാ സ്ഥലത്തും വീടുകളിൽ പോകുന്നുണ്ട്, ആളുകളെ കാണുന്നു, വോട്ടർമാരെ കാണുന്നു. ഈ ദിവസങ്ങളിലെല്ലാം കഴിഞ്ഞ 45 ദിവസക്കാലമായി വോട്ടർമാരുടെ മധ്യത്തിൽ സ്വീകരണങ്ങളും പരിപാടികളും ആളുകളുടെ സന്ദർശനമൊക്കെ ആയിരുന്നു. ഓരോ ദിവസവും നമുക്ക് അനുകൂലമായ സ്ഥിതി കൂടുതൽ മെച്ചപ്പെട്ട് വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. ഈ രാഷ്ട്രീയ കാര്യങ്ങൾ കുറേ ചർച്ച ചെയ്യാൻ അവസരം കിട്ടി. സ്ഥാനാർത്ഥി എന്ന നിലയിലും മുന്നണി എന്ന നിലയിലും നമ്മുടെ വോട്ടർമാരെ കൂടുതൽ പരിചയപ്പെടാനും കാര്യങ്ങൾ പറയാനും രാഷ്ട്രീയം പറയാനും അവസരം കിട്ടി എന്നുള്ളതും വളരെ സഹായകരമായി. का संविधान में व्यवस्था है, लड़ सकता है, कोई 2 सीट पे लड़े हो कोई बुरा चीज है ऐसा मैं नहीं मानता हूं। लेकिन जिस स्थिति में अमेठी से भागना पड़ा है, मुद्दा चर्चा का विषय अमेठी से भागना पड़ा वो है जो दशकों से एक परिवार की विरासत रही है, वहां से भागने के लिए मजबूर होना ये चर्चा का विषय है. ഈ കഴിഞ്ഞ 40 ദിവസം തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ നമ്മൾ കേട്ട പ്രധാന വാദങ്ങൾ, പ്രതിവാദങ്ങൾ അതുകൂടി ഈ മണിക്കൂറിൽ നമുക്ക് കേട്ടും കണ്ടും പോവാം.